ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളൻ്റെ ആർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇന്ന് എന്ത് എനർജിയിലാണ് നിങ്ങളുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. നിങ്ങൾക്ക് ഏത് കാര്യത്തിനാണ് ഇന്ന് ഗൈഡൻസ് വേണ്ടത് എന്നുള്ളതാണ്. ക്രിയേറ്റിവിറ്റിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഫെമിനൈൻ എനർജി ഒന്ന് ഒരു ബൂസ്റ്റപ്പ് ചെയ്യുന്ന സമയമാണ്, ആക്റ്റീവ് ആകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ നെഗറ്റീവ്സ് ഒക്കെ ഈ ഒരു സമയം നിങ്ങൾ റിലീസാക്കി കളഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആൾറെഡി നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടൊക്കെ റിലീസായി പോയിട്ടുണ്ടായിരിക്കും. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ക്ഷീണവും തളർച്ചയും ഒക്കെ ആയിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം മുതൽ ഒന്നൊരു നിങ്ങളുടെ ആ ഒരു എനർജി ലെവലിൽ ഒരു മാറ്റം വന്നതായിട്ട് സ്വയം തോന്നുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇന്ന് മുതലായിരിക്കാം, ചിലപ്പോൾ ഇന്നലെ മുതൽ തന്നെ നിങ്ങൾക്കൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മളുടെ എനർജി, നമ്മളുടെ ബോഡിയിൽ നിന്നും എന്തോ കാര്യം റിലീസായി നമ്മളൊരു വെയിറ്റ്ലെസ് ആയ പോലത്തെ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നാണ് കാണുന്നത്. കാരണം നമ്മളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓറയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുറത്തു നിന്നുള്ള ഒരു അൺവാണ്ടഡ് എനർജി നമ്മളിലേക്ക് വരുമ്പം നമുക്ക് ചിലപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റൂല. നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് ഒരു ഉപയോഗം ഇല്ല എന്ന് നമുക്കൊരു തോന്നൽ വരും. നമ്മുടെ മനസ്സ് പറയുന്നിടത്ത് നമ്മുടെ ശരീരം നിൽക്കണമെന്നില്ല, അത് കേൾക്കണമെന്നില്ല, അതുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റൂല. അങ്ങനെ ഇരുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ഹീലിംഗ് സെക്ഷനൊക്കെ എടുത്തതായിരിക്കാം, അതുകൊണ്ട് മാറിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിക്കളയാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്തതായിരിക്കാം. അങ്ങനെ എന്തായാലും നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ വളരെയധികം മാറ്റം വന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് കൂടി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയം മുതൽ. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു മെസ്സേജ് കേൾക്കുന്ന സമയം തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഹീലിംഗ് ചിലപ്പോൾ സംഭവിച്ചേക്കാട്ടാ, അങ്ങനെയുണ്ട്. പിന്നെ നമ്മുടെ ഫെമിനൈൻ എനർജി ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആക്റ്റീവ് ആകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ഇമോഷണൽ ബാലൻസിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇരുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്ത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തി എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ക്രിയേറ്റീവ് എനർജി നിങ്ങളൊന്ന് പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് കേട്ടോ. അത് എന്ത് തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ആകാം. നിങ്ങൾ ചിലപ്പം ചില ആൾക്കാർ ഫാഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഡ്രസ് ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ഫാഷൻ സംബന്ധമായ വേറെന്തെങ്കിലും കാര്യങ്ങളോ മേക്കപ്പ് പോലെയുള്ള കാര്യങ്ങളോ, അതായത് ഈ എന്താണ് ബ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഫാഷൻ ബ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള എന്തോ കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു സമയം ചിലപ്പോൾ കൂടുതൽ അതിൽ എൻഗേജ്ഡ് ആകുന്നതും ആകാട്ടോ. നിങ്ങളെ കൂടുതൽ പരിപാലിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ എന്തായാലും ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഒരു അബണ്ടൻസിന്റെ എനർജിയാണ്. അപ്പോൾ നമ്മളിലേക്ക് എല്ലാം വന്നു ചേരുന്നു എന്നൊരു സ്വയം തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. എന്നിലേക്ക് വരും, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെയും ഞാൻ ഡിസർവ് ചെയ്യുന്നതൊക്കെയും എന്നിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകുന്നു. മാത്രമല്ല ഒരു പ്രഗ്നൻസിയുമായി അങ്ങനെ ഒരു പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് അതൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി ആവാട്ടോ ഇത്. ഉള്ളിൽ നിങ്ങൾക്കൊരു കുറേ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പതിയെ അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ദൈവം ഒരുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. മെച്ചൂരിറ്റിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു
അപ്പർ ചക്രാസ് എല്ലാം ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. ത്രോട്ട് ചക്ര, തേർഡ് ഐ ചക്ര, പിന്നെ ക്രൗൺ ചക്ര. ഈ 3 ചക്രാസും ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മൾ സ്പിരിച്വൽ ആയി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും, സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഒരു അവയർനെസ് വരും നമുക്ക്, ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ. ഈ ഭൂമിയിൽ നമ്മൾ ഇപ്പം ഈ ജീവിക്കുന്ന ആ ഒരു കാര്യങ്ങളിലുപരി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടെന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നൽ വന്നേക്കാം. കാരണം ലോവർ ചക്രാസ് എല്ലാം നമ്മളുടെ ഡെയിലി ലൈഫുമായിട്ട് അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ വേൾഡുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ അപ്പർ ചക്രാസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആകും. കൂടുതൽ ഒരു ഡിവൈനിറ്റി നമ്മളിലേക്ക് വരും. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണം എന്ന് തോന്നും, പ്രാർത്ഥിക്കണം എന്ന് തോന്നും, യാത്രകൾ ചെയ്യണം എന്ന് തോന്നും. അതിലൊരുപാട് ആനന്ദം കണ്ടെത്തും. നമ്മൾ ഈ ഒരു ലോവർ ചക്രാസ് മാത്രം ആക്റ്റീവായി കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇപ്പം ജീവിക്കുന്ന ആ ഒരു കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും. നമ്മുടെ മെറ്റീരിയൽ വേൾഡിൽ എന്തൊക്കെ വെട്ടിപ്പിടിക്കാൻ പറ്റും അതിൽ കുറേയധികം ഫോക്കസ് കൂടുതലായിരിക്കും. മാത്രമല്ല, ഇഷ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അതിൽ പെട്ട് നമ്മൾ കടന്നു പോകും. പ്രത്യേകിച്ചും ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ ഒട്ടും തന്നെ പറ്റാതെ ഡിപ്രഷനിലേക്ക് പോണ ഒരു അവസ്ഥയാണ് ലോവർ ചക്രാസ് മാത്രം ആക്റ്റീവായി കിടക്കുന്ന ആൾക്കാരുടെ ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സമയം, ആ ഒരു എനർജിയൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ആ മുകളിലേക്ക് ഒരു കുണ്ടലിനി റേസിങ്ങിൻ്റെ ഒരു സമയമാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പലതരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട്. മാത്രമല്ല പലതരത്തിലുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇതിങ്ങനെയാണ്, പല എനർജീസിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ അത് ഉറക്കത്തിലാകാം. ആസ്ട്രൽ ബോഡി ട്രാവലിംഗ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട്. മാത്രമല്ല, ഈ നാഗലോകവുമായി സംബന്ധിച്ച് അങ്ങനെ വേറെ ഏതെങ്കിലും ലോകങ്ങളിലേക്ക് നിങ്ങൾ ചിലപ്പോൾ ഉറക്കത്തിൽ നിങ്ങൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ സോള് ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പോൾ പലതരത്തിലുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ഒരു നല്ല എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. റീബർത്താണ് അത്. നിങ്ങളുടെ ആ ഒരു ലൈഫ് സൈക്കിൾ എൻഡായി പുതിയൊരു സൈക്കിൾ ആരംഭിച്ചു, ഒരു പുനർജന്മമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പുനർജന്മം എന്ന് പറയുന്നത് തിരിച്ചറിവിൻ്റെ ഒരു ജന്മമായിരിക്കാം. നമ്മൾ ഈ ഒരു ജന്മത്തിൽ നമ്മൾ പലരും വിചാരിക്കും, ഈ ജന്മത്തിൽ തന്നെ ഒന്നുകൂടി ജനിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമായിരുന്നു എന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ആ കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മളാക്കിയത്. നമ്മൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ വേണ്ടായിരുന്നു, ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ആ ഓരോ കാര്യങ്ങളുമാണ്, ആ ഓരോ സംഭവങ്ങളുമാണ് ഇന്നത്തെ നമ്മളാക്കിയത്. അപ്പോൾ ഒരിക്കലും പാസ്റ്റിൽ പോയി തിരുത്താന്നോ അല്ലെങ്കിൽ വേണ്ടിയിരുന്നില്ല എന്നോ ഒന്നും ഒരിക്കലും ഒരു സംഭവത്തിനും ഉണ്ടാകാൻ പാടില്ല. റിഗ്രറ്റ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്കൊരു എപ്പോഴും ഒരു ചെയ്യേണ്ടിയിരുന്നില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു എന്ന്. പക്ഷേ ആ സംഭവങ്ങളാണ് സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ടാണ് നമ്മളെ ഇന്നത്തെ നമ്മളാക്കിയത്. അപ്പം അത് നമ്മുടെ സോളിൻ്റെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നിനെക്കുറിച്ചും ഒരു റിഗ്രറ്റ് വേണ്ട. ചെയ്യേണ്ടിയിരുന്നില്ലാത്ത ഒരു കാര്യവും പാസ്റ്റിലില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതൊന്നും നമ്മളൊരു പാഠം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു റീബർത്താണ് അത്. നിങ്ങളുടെ 2 ഭാവങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ഒരു സിംഹത്തിൻ്റെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു സിംഹത്തിൻ്റെ ഒരു ഭാവമുണ്ട്. അതിനകത്ത് തന്നെ ശരിക്കും ഇങ്ങനെ ഓടക്കുഴൽ ഊതുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു രൂപമുണ്ട്. അപ്പം ഇത് നമ്മളാണ് രണ്ടും, നമ്മളുടെ ഉള്ളിലുള്ള ഭാവങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ 2 ഭാവങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ ആ ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടാത്ത നമ്മളുടെ ആ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞു പോയി, അവിടെ നിന്നൊരു പുതിയ റീബർത്ത് നമ്മൾ എടുത്തു എന്നുള്ളതാണ്. അപ്പം അത് അങ്ങനെ തന്നെ
ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒരു പുനർജന്മം ഉണ്ടായാൽ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നോ ആ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ചെയ്തു തുടങ്ങുക. നമ്മൾ പാസ്റ്റിൽ പോയി തിരുത്താനല്ല നോക്കേണ്ടത്. ഈ ജന്മത്തിൽ, ഈ പുനർജന്മത്തിൽ നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സോൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നെല്ലാം സ്പിരിച്വൽ ഗൈഡൻസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. കൂടുതലും എക്സ്പീരിയൻസിങ് ആണ്. പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ മുന്നിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ നേരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് എന്തൊക്കെ ചെടികളുണ്ടെന്ന് യഥാർത്ഥത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. ആ ചെടികൾ പൂക്കുന്നോ അല്ലെങ്കിൽ അത് പുതിയ ഇലകൾ വരുന്നോ ഒന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇനിയെങ്കിലും നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ചിലപ്പം വെറുതെ അതൊക്കെ കാണുന്നുണ്ടായിരിക്കാം, പക്ഷെ നമ്മളുടെ ഉള്ളിലേക്ക് അത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത് ആ സമയം നമ്മൾ ആ ചെടിയുടെ മുന്നിലിരിക്കുന്ന സമയം ആ ചെടിയുമായിട്ട് കണക്റ്റ് ആകാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം ആ സമയം നമ്മളുടെ ഉള്ളിൽ വേറെ പല കാര്യങ്ങളും തിരമാലകളാണ്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അത് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാം, നമ്മുടെ മുറ്റത്ത് നിന്ന് തുടങ്ങുക. അപ്പോൾ പിന്നെ ട്രാവൽ ചെയ്യുക, ഒരുപാട് ട്രാവൽ ചെയ്യുക. ഒറ്റയ്ക്കിരിക്കാൻ പറ്റുന്ന സമയങ്ങളൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കുക, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക. കാരണം ഇതിൽ മരങ്ങളുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ആ ഒരു എനർജി ശരിക്കും നമുക്ക് കണക്റ്റ് ആകും കേട്ടോ. നമ്മളത് ആ തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെടികളോടും മരങ്ങളോടും ഒക്കെ സംസാരിക്കാൻ പറ്റും. നമ്മൾ ശരിക്കും സ്നേഹത്തോടെ സംസാരിച്ച് അവർ ഒരുപാട് പൂ നമുക്ക് തരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പുതിയ പുതിയ സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ്. പ്രൊജക്ഷൻസ് ആണ് ഇതിനകത്ത്. അപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു പ്രതിഫലനം എന്ന് പറയൂലേ, അപ്പം നിങ്ങളിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തി നിങ്ങളുടെ കൂടെ നിന്ന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യും, നിങ്ങളെ ചീറ്റ് ചെയ്യും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അതെന്തിനാണ്? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള തമോ ഗുണങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെപ്പോഴും വിചാരിക്കും നമ്മൾ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, ഏറ്റവും നല്ലതാണ്, നമ്മൾ ബെസ്റ്റ് ആണെന്നൊക്കെ. പക്ഷേ നമ്മളുടെ ബെസ്റ്റ് ഒക്കെ മാറിപ്പോകും. എപ്പോഴാണ് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ ചീറ്റ് ചെയ്യുകയും ശരിക്കും നമ്മളെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അവർ നമ്മളെ വിട്ടു പോകുമ്പോഴാണ് ഉള്ളിൽ നമുക്ക് എത്രമാത്രം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ദിവസങ്ങളോളം ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കും, ദിവസങ്ങളോളം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ശരിക്കും നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും. ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള തമോ ഗുണങ്ങളെ നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നതാണ്. അപ്പം അതിന് വേറൊരു വ്യക്തി നമ്മളുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ്. അല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുറേയധികം ആൾക്കാരുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളും വന്നിട്ടുണ്ടായിരിക്കണം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വ്യക്തി ശരിക്കും നിങ്ങൾ അവരോട് ഫോർഗീവ്നെസ് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം അവർ നമ്മളെന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നതാണ്. നമ്മളുടെ ഉള്ളിലുള്ള ശക്തിയും ചൈതന്യവും നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസും ഒക്കെ നമ്മളെ മനസ്സിലാക്കിപ്പിക്കാനും നമ്മളെ ഹീൽ ചെയ്യാനും ഒക്കെ വരുന്ന ആൾക്കാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബ്രേക്ക് ത്രൂ ആണ്. ശരിക്കും കഠിനമായ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു സമയമാണത്. അത് അങ്ങനെ ഒരു കട്ടിയുള്ളൊരു ഗ്ലാസ് കൂട്ടിലിട്ടിരിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഒരു പാറയ്ക്കകത്തിട്ടിരിക്കുന്ന ആൾക്കാരെ, ഒരു ഗുഹയ്ക്കകത്തിട്ടിരിക്കുന്ന ആൾക്കാരെ അത് പൊട്ടിച്ച് നിങ്ങൾ പുറത്ത് വരികയാണ് ചെയ്യണത്. അപ്പം പൊട്ടിച്ച് പുറത്ത് വരുമ്പോൾ നമ്മളുടെ ഷെല്ലാണ് പൊട്ടണത്. അത്രയും കട്ടിയുള്ള ഷെല്ല് പൊട്ടി പുറത്ത് വരുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ദേഹം മുറിയാം, നമ്മുടെ തല പൊട്ടാം, നമ്മുടെ വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെടാം. പക്ഷെ നമ്മളതൊന്ന് പുറത്ത് വരണം. കാരണം നമ്മളൊരു ഷെല്ലിലിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളൊരു ഷെല്ലിലിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ വിശ്വാസങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് നമ്മൾ പുറത്ത് നമ്മുടെ സോളുമായിട്ട് കണക്റ്റഡായി നമ്മൾ പുറത്ത് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു വളരെ കഠിനമായ ഒരു സാഹചര്യത്തിൽ നിന്നും ഈ ഒരു സമയം പുറത്തിറങ്ങേണ്ട ചിലപ്പോൾ അങ്ങനെ കൈ പിടിക്കുന്നു, ദൈവം നിങ്ങളെ വിളിക്കുന്നു പുറത്തിറങ്ങാൻ. അപ്പോൾ പുറത്തിറങ്ങണം എന്നുള്ള ഒരു ത്വര നിങ്ങൾക്കുണ്ടെങ്കിലും അത് പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓർമ്മകളിൽ നിങ്ങൾ പിറകോട്ട് വലിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതെന്നൊക്കെ മാറി നിങ്ങളൊന്ന് ഫ്രീ ആകേണ്ട ഒരവസരമാണ്. അത് മനസ്സുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ
നമ്മൾ ഫ്രീ ആകണമെന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ എല്ലാം മാറി നമ്മൾ ഒറ്റയ്ക്ക് പോയി ഒരിടത്ത് ഇരിക്കണം എന്നുള്ളതല്ല. നമ്മളുടെ മനസ്സിൽ നിന്നും നമ്മളുടെ ചിന്താഗതികളിൽ നിന്നും നമ്മളൊന്ന് ഫ്രീ ആകേണ്ട ആവശ്യമുണ്ട്. സോറി, ക്രിയേറ്ററാണ്. അപ്പോൾ ഇതിൽ ആദ്യം കിട്ടിയതും ഇതും ഒരു സോളാർ പ്ലെക്സസിൻ്റെ ആക്റ്റീവാണ്. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ഒരു ക്രിയേറ്റിവിറ്റിയെ ആക്റ്റീവ് ആക്കുക. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഡിവൈൻ ക്രിയേറ്ററുമായിട്ടുള്ളൊരു കണക്ഷൻ വരുന്നത്. ഇപ്പം ഇതിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെയും നിങ്ങൾ പുറത്ത് കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരാൽ പെട്ടിരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം, അതിനുള്ള ധൈര്യം ഇല്ലാത്തതായിരിക്കാം. പക്ഷെ ഈ ഒരു സമയം നിങ്ങൾ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങൾ ആ ഒരു സൃഷ്ടാവായ ദൈവവുമായിട്ട് ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളുടെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ളൊരു ഭാഗം നമ്മളുടെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മളും ദൈവമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ സോളുമായിട്ട് കണക്റ്റഡ് ആകണം എന്ന് പറയുന്നത്. ആ ഒരു പവറിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്നുള്ളതാണ്. മെഡിറ്റേറ്റ് ചെയ്യുക. വിൻ പറയുന്നു, എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും നിങ്ങൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് വീണ്ടും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. പാർട്ടിസിപ്പേഷനാണ്, ഇതൊരു 4 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ ചേരുന്നുണ്ടായിരിക്കാം, ഒരു സ്പിരിച്വൽ ഗ്രൂപ്പിൽ ചേരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലി ഫംഗ്ഷൻ ഇന്നത്തെ ദിവസം പോകുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇന്നത്തെ ദിവസം വളരെ ഹാപ്പിയാണ് നിങ്ങളെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ കിട്ടുന്ന, ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസസ് കിട്ടുന്ന, ഒരുപാട് അവബോധം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. നമുക്ക് നോക്കാം ഭഗവാൻ എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത്. ലെറ്റ് ഗോ ഫാൾസ് ഈഗോയാണ്. അപ്പം നമുക്ക് പല കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത ഈഗോ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. ചിലപ്പം കുറേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കും നമ്മളാണ് ഏറ്റവും വലുതെന്ന്. ഇപ്പം എനിക്കെല്ലാം അറിയാം, ഞാനാണ് ദൈവമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്, മറ്റുള്ളവരൊക്കെ വളരെ താഴെയാണ് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഈഗോ പൂർണ്ണമായും ഇല്ലാതാക്കി കളയണം. ഈഗോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള തിരിച്ചടികൾ നമുക്ക് തരുന്നത്. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമ്മളെ വിശ്വാസങ്ങളെല്ലാം പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കി കളയും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ 0 ഈഗോയിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഈ ക്രിയേറ്റീവുമായിട്ടൊരു കണക്ഷൻ, പൂർണ്ണമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടോ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടോ മാത്രം നമുക്ക് ഒരു ഡിവൈൻ കണക്ഷൻ കിട്ടണം എന്നില്ല. ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഉള്ളിലുള്ള ഈഗോ പൂർണ്ണമായും ഇല്ലാതാക്കി കളയണം എന്നാണ്. പ്യൂരിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരുപാട് ക്ലെൻസിങ് നടക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ പാസ്റ്റിലുണ്ടായ കുറേ എക്സ്പീരിയൻസ്, അത് ഫിസിക്കലി മെൻ്റലി നമുക്ക് ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റിക്കളയണം. പ്രത്യേകിച്ച് നമ്മളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തണം എന്നാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അത് നമ്മൾ കൂടുതൽ പ്യുവർ ആകേണ്ട ആവശ്യമുണ്ട്. എല്ലാം നമ്മളുടെ ഈഗോ ഒക്കെ മാറ്റി പൂർണ്ണമായും നമുക്ക് എപ്പോഴാണോ നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുന്നത്, ഞാനൊന്നുമല്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്ന സമയമാണ് യഥാർത്ഥത്തിൽ ഡിവൈൻ നമ്മളിലേക്ക്, നമ്മളും ഡിവൈനും ഒന്നാണ് എന്നുള്ളൊരു ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ വരുന്നത്. ആ ഒരു സമയം ഇപ്പോൾ അതിനുള്ളൊരു സമയമാണെന്നാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നിങ്ങളോട് പറയുന്നത്. കൂടുതൽ ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ നല്ല സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തരട്ടെ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.